നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 സെപ്റ്റംബർ 3 വരെ ചില രാശിക്കാർക്ക് നല്ല സമയം ഉള്ളത് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രാശിക്കാരുടെ ഏതൊക്കെ രാശിക്കാർക്കാണ് ആ ഒരു ഭാഗ്യം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജ്യോതിഷ സംബന്ധമായ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 സെപ്റ്റംബർ വരെ ചില രാശിക്കാർക്ക് ഭാഗ്യസമയമാണ്. എല്ലാ മേഖലകളിലും ഈ കൂട്ടർക്ക് ഈ കാലയളവിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഏതൊക്കെ കൂറുകാർക്കാണ് ഈ സമയം ഭാഗ്യം കൈവരുന്നത് നമുക്ക് വിശദമായി നോക്കാം. ഓഗസ്റ്റ് മാസം മുതൽ പല രാശിക്കാർക്കും പല പ്രവർത്തന മേഖലയിലും ഉണർവുകൾ ഉണ്ടാകും. തൊഴിൽ, വിദ്യാഭ്യാസ, ധന, കുടുംബ മേഖലകൾ, വിവാഹ മേഖലകൾ ഇതിൽ പെടുന്നുണ്ട്. 8 രാശിയിൽ പെടുന്ന 20 നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ വരുന്ന ഏറ്റവും നല്ല സമയമാണിത്. സെപ്റ്റംബർ 3 വരെയാണ് ഈ ഒരു നല്ല സമയം ഉണ്ടാവുക. ഇതിൽ 3 നക്ഷത്രക്കാർക്ക് കുബേര യോഗം ഉണ്ടാകും. ധനം സമ്പാദിക്കാനുള്ള സാധ്യതകൾ കൂടും എന്നർത്ഥം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇതൊക്കെ നമുക്ക് നോക്കാം. മേടം. ഇതിൽ ആദ്യം മേടൻ രാശിയാണ് പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ കർമ്മസ്ഥാനത്തും ധനസ്ഥാനത്തും മെച്ചപ്പെടുന്നു. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും. സഹപ്രവർത്തകർ അനുകൂലമായി നിൽക്കും. ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. വൻ സമ്പത്ത് നിങ്ങളെ തേടി വരുന്നതാണ്. മുൻപ് ചെയ്ത സൽപ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ ഒരു സമ്പത്ത് കൈവരുന്നത്. ഇത് ജീവിതത്തിലെ സുവർണ കാലമാണ്. അടുത്തത് ഇടവൻ രാശി. ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം, മകയിരത്തിൻ്റെ കാൽഭാഗമാണ് എന്നിവർക്കും നല്ല ഫലമാണ് ഓഗസ്റ്റ് മാസം 1 തീയതി മുതൽ വരുന്നത്. സെപ്റ്റംബർ 3 വരെയാണ്. സന്തോഷവും സമാധാനവും ഉണ്ടാകും. ധന സ്വരൂപണവുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച മാസമാണ്. കുടുംബ ദാമ്പത്യം ശക്തമാകും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. കച്ചവടം നടത്തുന്നവർക്ക്, ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ ഗുണമുള്ള സമയമാണ്. അടുത്തത് മിഥുനൻ രാശി. മിഥുനക്കൂറിൽപ്പെടുന്ന മകയിരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവാതിര, പുണർദം, പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് വരുന്നത്. സമൂഹത്തിലും ജോലിസ്ഥലത്തും നല്ല കാര്യങ്ങൾ വരുന്നു. കച്ചവടം നടത്തുന്നവർക്ക് വൻ സാമ്പത്തിക ലാഭം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. ഭാഗ്യാനുഭവം ഉണ്ടാകും. ഹ്രസ്വദൂര യാത്രകൾ കൂടുതലായി നടത്തേണ്ടി വരും. കർമ്മമേഖലയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ജോലിയിൽ നല്ല മാറ്റം ഉണ്ടാകും. കരിയറിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജോലി സംബന്ധമായ നല്ല നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കുടുംബ ജീവിതത്തിൽ നല്ലത് മാത്രം വന്നു ചേരും. ക്രയ വിക്രയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് വേഗം പരിഹരിക്കപ്പെടും. അടുത്തത് കർക്കിടക കൂറ്. കർക്കിടക കൂറിൽ പെടുന്ന പുണർദം കാൽഭാഗം, പൂയം, ആയില്യ നക്ഷത്രക്കാർക്കാണ് നല്ല സമയം. ജോലിസ്ഥലത്തും സമൂഹത്തിലും സ്വാധീനമുണ്ടാകും. തടസ്സങ്ങൾ തരണം ചെയ്തു പോകും. സാമ്പത്തികമായും ആരോഗ്യപരമായും മെച്ചമുണ്ടാകും. ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടന യാത്രയ്ക്കും സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ അതിന് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നതായിരിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും. സാമ്പത്തികം നല്ല രീതിയിൽ മെച്ചപ്പെടും. അടുത്തത് ചിങ്ങം. ചിങ്ങക്കൂറിൽ പെടുന്ന മകം, പൂരം, ഉത്രം കാൽഭാഗക്കാർക്ക് നല്ല ഫലങ്ങൾ പറയുന്നു. ഇവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. കുബേര ജീവിതം നയിക്കാൻ സാധിക്കും. ചെറുകിട വൻകിട ബിസിനസ്സുകാർക്ക് ഉയർച്ച ഉണ്ടാകും. അതേസമയം ദാമ്പത്യം അത്ര സുഖകരമാവില്ല. പങ്കാളിയുമായി സ്വരച്ചേർച്ച ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഓഗസ്റ്റ് അവസാനത്തോടെ എല്ലാ കലങ്ങിത്തെളിയും. നിക്ഷേപം, ഷെയർ മാർക്കറ്റ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലം വരുന്നു. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കാൻ സാധിക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ആരംഭിക്കാം. അത് പൂർത്തീകരിക്കാനും ഉള്ള മാസമാണ്. ഓഗസ്റ്റ് പകുതിയോടെ സാമ്പത്തിക വഴികൾ തുറക്കും. ഇത് വിദേശ വിനിമയമോ വിപണിയോ എന്തു വേണമെങ്കിലുമാകാം. ദാമ്പത്യം, പ്രണയം എന്നീ കാര്യങ്ങളിൽ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകും. തൊഴിൽ സ്ഥാപനങ്ങളിൽ വൻ പുരോഗതി ഉണ്ടാകും. കർമ്മമേഖലയിൽ
പുഷ്ടിപ്പെടും. ക്രയവിക്രയങ്ങൾ വിചാരിച്ചതുപോലെ നടന്നു കിട്ടും. വൻ സാമ്പത്തിക പുരോഗതി കിട്ടുന്നതായിരിക്കും. അടുത്തത് മകയിരം രാശി. ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ അരഭാഗമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇവർക്ക് കുടുംബത്തിൽ ചില സ്വരച്ചേർച്ചകൾ വന്നു ചേരും. അതിനാൽ കൂടുതൽ ശ്രദ്ധ വേണം. അതേസമയം സാമ്പത്തികവും കർമ്മരംഗവും പുഷ്ടിപ്പെടും. വിദേശയാത്ര സഫലമാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കും. സമൂഹത്തിൽ സ്വീകാര്യതയുണ്ടാകും. അടുത്തത് മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഏറെ ഗുണങ്ങൾ ഉണ്ടാകുന്നു. അനാവശ്യ അധിക ചെലവുകൾ നിങ്ങൾ ഒഴിവാക്കണം. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് മാറി നിങ്ങളുടെ രീതിക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സാധ്യത കുറയ്ക്കുന്നതാണ്. ശത്രുക്കളുടെ ശല്യം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ വരാം. വിദേശ പഠനം സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികം ഉയരാൻ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ദമ്പതിമാർക്ക് നല്ല സമയമാണ്. ഈ മുകളിൽ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഇത്രയും ഫലങ്ങളാണ് ഈ ഒരു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 3 വരെ കണക്കാക്കപ്പെടുന്നത്. ജ്യോതിഷ സംബന്ധമായ വാർത്തകൾ അറിയാനും വേഗത്തിൽ കാണാനും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.